മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുന്നു. വണ്ടിപ്പെരിയാർ കേസിൽ മഹിളാ മോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരിക്കുന്നു. DGPയുടെ വീട്ടിൽ കയറിയാണ് മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, നമുക്കറിയാം വണ്ടിപ്പെരിയാർ കേസിൽ വളരെ ദുഃഖകരമായ ഒരു വിധിയാണ്, കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നത്. വളരെ പ്രതിഷേധമൊക്കെ ഇതിനെതിരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഹിളാ മോർച്ചയുടെ പ്രവർത്തകർ ഇപ്പോൾ DGPയുടെ വീട്ടിൽ കയറി ഒരു പ്രതിഷേധം നടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? DGPയുടെ വീട്ടിൽ കയറി മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം നടന്നിരിക്കുന്നു. ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് അലംഭാവം കാണിച്ചെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാർ കേസിൽ കോടതി വിധി വന്നത്. പ്രതിയെ വെറുതെ വിടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കുറ്റകൃത്യവും ബലാത്സംഗവും തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു ഇതിലായിരുന്നു കോടതി വിധി വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ബിനോയ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിനോയ്, കഴിഞ്ഞ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. കോടതി വിധിയിൽ പ്രതിഷേധിച്ച് വിമർശനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ മഹിളാ മോർച്ച പ്രവർത്തകരുടെ ഒരു പ്രതിഷേധം നടന്നിരിക്കുന്നു. ഇതെപ്പോഴാണ് സംഭവിച്ചത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ 10:30 മണിയോടുകൂടിയാണ് 5ഓളം വരുന്ന മഹിളാ മോർച്ച പ്രവർത്തകർ DGPയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലേക്ക് എത്തുകയും അവർ ഗേറ്റും ഒപ്പം മതിലും ചാടിക്കടന്ന് അദ്ദേഹത്തിൻ്റെ വസതിക്ക് റാപ്പിഡ് ഫോഴ്സിൻ്റെ ചുമതലയുള്ളതാണ് DGPയുടെ വീട്. അവിടേക്ക് ഇവരെത്തുകയും അതിന് മുന്നിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് കൂടുതൽ വനിതാ പോലീസ് ായിരുന്നു. അതായത് വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് അലംഭാവം കാണിച്ചു, അതായത് രേഖകൾ തയ്യാറാക്കുന്നതിലും അന്വേഷിക്കുന്ന കാര്യത്തിലും പോലീസ് അലംഭാവം കാണിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് പ്രവർത്തകർ 5ഓളം വരുന്ന പ്രവർത്തകർ DGPയുടെ ഔദ്യോഗിക വസതിക്ക് മുന്നിലെത്തുകയും പ്രതിഷേധിക്കുകയും ചെയ്ത്. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ആണ് പുറത്തുനിന്നും പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. ഇവരെ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം ഇതേ വിഷയത്തിൽ ഇന്ന് വീണ്ടും യുവമോർച്ച പ്രവർത്തകർ DGP ഓഫീസിലേക്ക് മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. ഇതൊരു സുരക്ഷാ വീഴ്ചയാണെന്ന് തന്നെയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത്. കാരണം റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിൻ്റെ സമ്പൂർണ്ണ സുരക്ഷാ ചുമതലയുള്ള DGPയുടെ വീട്ടിനുള്ളിൽ വരെ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി പ്രവർത്തകർ എത്തുക എന്നുള്ളതിന് ആ പ്രവർത്തകരെ തടയാൻ കഴിയാതെ പോയതും സുരക്ഷാ വീഴ്ചയായിട്ടാണ് കണക്കുകൂട്ടുന്നത്. ശ്രുതി. വ്യക്തമാണ്. DGPയുടെ വീട്ടിൽ കയറിയുള്ള മഹിളാ മോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധമാണ് നടന്നത്. വണ്ടിപ്പെരിയാർ കേസിൽ പോലീസ് അന്വേഷണം അലംഭാവം പോലീസ് കാണിച്ചെന്നുള്ള തരത്തിൽ ആരോപിച്ചായിരുന്നു പ്രതിഷേധം നടന്നത്. മഹിളാ മോർച്ച പ്രവർത്തകരുടെ മാർച്ചും ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്.